Yes, good evening. Good evening, sir. Good evening, sir. Good evening. Okay. ഓണമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? നന്നായിരുന്നു, sir. നന്നായിരുന്നു അല്ലേ? യെസ്. ഓണം സെലിബ്രേഷൻ ഒക്കെ അടിച്ചു പൊളിച്ച? ഓണം celebration, how was? Good, sir. Good, sir. Very good. Okay. Very good. അപ്പൊ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യണത് പ്രിപ്പോസിഷൻ എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. പ്രിപ്പോസിഷൻ അത് നിങ്ങൾക്ക് അതിനെ കുറിച്ച് അറിയാൻ പറ്റുന്നതിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടാവും. നമ്മളിപ്പോ ഏതെങ്കിലും രണ്ട് വാക്കുകളെ തമ്മിൽ യോജിപ്പിക്കുമ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷനെ കുറിച്ച്, ടു, ഇൻ, ഔട്ട്, ഫ്രം, ഓൺ എന്നൊക്കെ ഉള്ള പ്രിപ്പോസിഷൻസ് അത് എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യുന്നത്. ഹിന്ദിയിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, കോസെ, കിലി, കാക്കി, പർമേ എന്നൊക്കെ പഠിച്ചിട്ടുള്ളത് പോലെ ഇതിനകത്തുള്ള ആ സംഗതി തന്നെയാണ് ഇതിനകത്ത് വരുമ്പോൾ പ്രിപ്പോസിഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ടു, ഇൻ, ഔട്ട്, ഫോർ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇതിന്റെ അകത്ത് വളരെ ലളിതമായ രീതിയിൽ നിങ്ങൾക്ക് മലയാളത്തിൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കേണ്ടതാണ്, എന്നാലും ഏറ്റവും ഒട്ടും അറിയാൻ പാടില്ല ആളുകളുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇതിന്റെ കോമൺ ആയ ഒരു സംഗതി കുറച്ച് കാര്യങ്ങൾ പറയാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയ വിഷയത്തിലോട്ട് ഇതിനകത്തോട്ട് കയറി വരാം. ഓക്കെ, പരീക്ഷ എക്സാമിനേഷൻ ഓരോ പേര്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ നോട്ട്ബുക്ക് ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പൊ അതിന്റെ അകത്ത് ഒരു വേർഡ് എഴുതുക, ME, മീ, എന്നെ. ME, മീ, എന്നെ. ഓക്കെ, അതിന്റെ താഴെ ടു മീ, ടിയോ, ടു മീ. അതിന്റെ അർത്ഥം എഴുതുക, എനിക്ക്, കോമ, എന്നോട്. എനിക്ക്, കോമ, എന്നോട്. അടുത്തത് വിത്ത് മീ, WITH, വിത്ത് മീ. അതിന്റെ മീനിങ് എഴുതുക, എന്റെ കൂടെ, എന്റെ ഒപ്പം. എന്റെ കൂടെ, എന്റെ ഒപ്പം. അടുത്തത് ബൈ മീ, BY, ബൈ മീ. അതിന് നേരെ എഴുതുക, എന്നാൽ. ബൈ മീ, എന്നാൽ. അതിന്റെ താഴെ അടുത്ത് എഴുതുക, ഫ്രം മീ, FROM, ഫ്രം മീ. അതിന്റെ മീനിങ് എന്നിൽ നിന്നും. ഫ്രം മീ, എന്നിൽ നിന്നും. ഫ്രം മീ. അടുത്തത് ഇൻ മീ, IN, ഇൻ മീ. എന്നിൽ, എന്നിൽ. നെക്സ്റ്റ് ഓൺ മീ, ON, ഓൺ മീ, ഓൺ മീ. എന്റെ മേൽ, ഓൺ മീ, എന്റെ മേൽ. അടുത്തത് അറ്റ് മീ, അറ്റ് മീ. എന്റെ നേരെ, അറ്റ് മീ, എന്റെ നേരെ. അതിന്റെ താഴെ ഫോർ മീ, FOR, ഫോർ മീ. എനിക്ക് വേണ്ടി, എനിക്ക് വേണ്ടി. അതിന് താഴെ എബൌട്ട് മീ, എബൌട്ട് മീ, എന്നെ കുറിച്ച്. അതിന്റെ താഴെ ആഫ്റ്റർ മീ, ആഫ്റ്റർ മീ. എനിക്ക് ശേഷം, ആഫ്റ്റർ മീ, എനിക്ക് ശേഷം. ആഫ്റ്റർ മീ. അടുത്തത് വിത്തൗട്ട് മീ, വിത്തൗട്ട് മീ, വിത്തൗട്ട് മീ. എന്നെ കൂടാതെ, വിത്തൗട്ട് മീ, എന്നെ കൂടാതെ. ഓക്കെ,
ഇനി ഓക്കെ, ഇനി ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ, അതായത് ടു, വിത്ത്, ബൈ, ഫ്രം, ഇൻ, ഓൺ, ഔട്ട്, അറ്റ്, ഫോർ, എബൌട്ട്, ആഫ്റ്റർ, വിത്തൗട്ട്, ഇതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻസ്. ഇതൊക്കെ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന്റെ അകത്ത് നമ്മൾ ഒരെണ്ണം നമ്മൾ ടു മീ, എനിക്ക്. ഇത് തീരെ ഇതിനെ കുറിച്ച് അറിയാൻ പാടില്ലാത്ത ഉദ്ദേശിച്ച് പറഞ്ഞതാണ് കേട്ടോ, അല്ലാത്തൊരു ഇതൊക്കെ ഞാൻ ക്ലിക്ക് ചെയ്ത് പറഞ്ഞേക്കാം. ഓക്കെ, ടു മീ എന്ന് പറയുമ്പോൾ എനിക്ക്, എന്നോട്. ആ മീ എന്നോടതിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാക്കുകൾ ഉപയോഗിക്കും. ടു യു, നിങ്ങൾക്ക്, നിങ്ങളോട്. ടു ദം, അവർക്ക്, അവരോട്. ആ വേർഡ് അങ്ങോട്ട് മാറ്റിയാൽ മതി. വിത്ത് മീ, എന്റെ കൂടെ, എന്റെ ഒപ്പം. വിത്ത് യു, നിങ്ങളുടെ കൂടെ. വിത്ത് ഫാദർ, അച്ഛന്റെ കൂടെ. വിത്ത് മദർ, അമ്മയുടെ കൂടെ. കണ്ട, ആ മീ എന്നുള്ളത് മാറ്റിയിട്ട് നിങ്ങൾക്ക് ഏത് വേർഡാണോ അവിടെ ചേർക്കേണ്ടി വരുന്നത് അതിനെ ചേർക്കാം. ഓക്കെ 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 ഓക്കെ, അപ്പൊ അതങ്ങനെ ചെയ്യാം. ഓക്കെ, ഇതാണ് കോമൺ ആയിട്ടുള്ള നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻസ്. ടു, വിത്ത്, ബൈ, ഫ്രം, ഇൻ, ഓൺ, അറ്റ്, ഫോർ, എബൌട്ട്, ആഫ്റ്റർ ആൻഡ് വിത്തൗട്ട്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന സംഗതിയാണെങ്കിലും ഇത് കൂടാതെ ചില എക്സെപ്ഷണൽ കേസുകളിൽ ചില പ്രത്യേകതകൾ ഓരോ പ്രിപ്പോസിഷൻസ് ഉണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കും. പക്ഷെ ഈ അറ്റ് എന്ന് പറഞ്ഞാൽ നേരെ എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ അറ്റ് എന്ന് പറയുന്നത് ആ പ്രിപ്പോസിഷൻ നേരെ എന്ന്, അപ്പൊ അറ്റ് മീ, എന്റെ നേരെ എന്ന് നമ്മൾ പറഞ്ഞത്. അറ്റ് എന്ന് പറയുമ്പോൾ നേരെ എന്നാണ്. പക്ഷെ നേരെ എന്ന് കൂടാതെ സമയത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന സമയത്ത് അവിടെ അറ്റ് ഉപയോഗിക്കും. അങ്ങനെ അറ്റ് 7 o'clock, 10 o'clock, അങ്ങനെ ഓരോന്നും കുറെ പ്രത്യേകതകൾ കൂടിയുണ്ട്. അപ്പൊ അത് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കണം. ഓക്കെ, അപ്പൊ അതിലേക്കാണ് നമ്മൾ പോകുന്നത്. സോ ഓക്കെ, ഇനി ആരാണ് ഒരാള് ഇതൊന്ന് വായിക്കുക? ആരെങ്കിലും ഒരാൾ വന്നേ. ഞാൻ ആരുടെയും പേര് പറയാത്തത് നിങ്ങളൊക്കെ. അമൃത, അനീഷ്, ആർ യു റെഡി? Yes, sir. യെസ്, ചിരിച്ചോണ്ടിരിക്കുകയാണ് അവിടെ അല്ലേ. ഓക്കെ, നോക്കി സ്ക്രീനിലൂടെ നോക്കി. ദ മോസ്റ്റ് കോമൺ പ്രിപ്പോസിഷൻസ് ആർ ദ ഫോളോയിങ് വേർഡ്സ്. കണ്ട, അതിന്റെ അത് ഫസ്റ്റ് വരി ഒന്ന് വായിച്ചേ. About, above, across, after, against, along, among, around, at. ഓക്കെ ഓക്കെ, സ്റ്റോപ്പ്. ഇത്രയും വായിച്ചാല് ഇതിന്റെ അത് മീനിങ് അറിയാൻ പാടില്ലാത്ത പ്രിപ്പോസിഷൻ എന്താ? About എന്ന് വെച്ചാല് കുറിച്ച്, പറ്റി, അബൌട്ട് യു, നിങ്ങളെ. ഓക്കെ ഓക്കെ, above നമ്മളിൽ നിന്ന്, അങ്ങനെയാണോ അർത്ഥം വരിക? എബവ് എന്ന് പറഞ്ഞാൽ മുകളിൽ. മുകളിൽ. മുകളിൽ, എബവ്, മുകളിൽ. ഓക്കെ ഓക്കെ ഓക്കെ. Across, കുറുകെ. കുറുകെ. ഇപ്പൊ ഇത് കുറുകെ, എക്സാമ്പിൾ പറയാം. ദ ബ്രിഡ്ജ് ഈസ് കൺസ്ട്രക്റ്റഡ് അക്രോസ് ദ റിവർ. നദിക്ക് കുറുകെ പാലം നിർമ്മിച്ചിരിക്കുന്നു. കണ്ടോ, അക്രോസ്, കുറുകെ. യെസ്, കുറുകെ എന്ന് പറയുന്നത് ശേഷം. again, അഗൈൻ അല്ല, അഗൈൻസ്റ്റ് ആണ് അത്. against, എതിരെ, എതിരെ. അഗൈൻസ്റ്റ് യു. എലോങ് എന്ന് പറഞ്ഞാൽ ലൂടെ. ഇപ്പൊ നമ്മൾ പറയാം, ഞാൻ റോഡിലൂടെ നടക്കുന്നു. ഐ വാക്ക് എലോങ് ദ റോഡ്. ഉണ്ട്, റോഡിലൂടെ. അപ്പൊ ആ ലൂടെ എന്നർത്ഥം വരുന്നതാണ് എലോങ്. ഐ വാക്ക് എലോങ് ദ റോഡ്, റോഡിലൂടെ. അടുത്തത് എമംഗ് എന്ന് പറഞ്ഞാൽ ഇടയിൽ. ഇപ്പോ ദ ബോയ് ഈ സിറ്റിംഗ് എമംഗ് ദ ഗേൾസ്. പെൺകുട്ടികളുടെ ഇടയിലാണ് ആ ബോയ് ഇരിക്കുന്നത്. കേട്ടോ, എമംഗ്, ഇടയിൽ. ഓക്കെ, അടുത്തത് around, ചുറ്റും. at, അറ്റ് നമ്മൾ അറ്റ് നമ്മൾ എഴുതി കഴിഞ്ഞല്ലോ. അറ്റ് നേരെ. ഓക്കെ, അറ്റ് മീ എന്ന് പറഞ്ഞ് നമ്മൾ എഴുതിയില്ലേ? sir. ഓക്കെ 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 ഓക്കെ. അതിനകത്ത് നമ്മൾ വന്നാണ്. അപ്പൊ ഓക്കെ, ഇനി ലിൻഡ അടുത്ത ലൈൻ ഒന്ന് വായിക്കാമോ?
ബിഫോർ മുതൽ ഒന്ന് വായിച്ചേ. യെസ് സർ. ബിഫോർ മുതൽ. ഏതാ സാർ? ഞാൻ ഇപ്പോഴാ കേറിയത്, നെറ്റ് ഇഷ്യൂസ് ആയിരുന്നു. ഓക്കെ. ഇപ്പൊ സ്ക്രീനിൽ ആ ബിഫോർ ബിഹൈൻഡ് എന്നൊക്കെ പറഞ്ഞ ലൈൻ കണ്ടോ? ദ മോസ്റ്റ് കോമൺ പ്രിപ്പോസിഷൻസ് ആർ ദ ഫോളോയിങ് വൺസ് എന്നുള്ളതിന്റെ രണ്ടാമത്തെ ലൈൻ. എബൌട്ട് അതാണോ? അതിന്റെ താഴെ ദ എക്സ്പ്രഷൻ ഓഫ് ടൈം അതാണ്. അതല്ല എക്സ്പ്രഷൻ അത് അല്ല. ബിഫോർ കണ്ടില്ലേ? എബൌട്ടിന്റെ താഴെ. ബിഫോർ. ഓക്കെ കണ്ടു. ബിഹൈൻഡ് അതാ. ഓക്കെ അത് വായിക്കും. ബിഹൈൻഡ്, ബിലോ, ബെനീത്ത്, ബിസൈഡ്, ബിസൈഡ്സ്, ബിറ്റ്വീൻ, ബിയോണ്ട്. മതി. ഓക്കെ ബിയോണ്ട് വരും. ഓക്കെ, അപ്പൊ ഇത് വായിച്ചാൽ ഇത് നമ്മൾ വി ആർ ഡിസ്കസിങ് ദ പ്രിപ്പോസിഷൻസ്. നമ്മളിവിടെ പ്രിപ്പോസിഷനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഫസ്റ്റ് ലൈൻ അമൃത വായിച്ചു, അമൃതക്ക് അറിയാൻ പാടില്ലാത്ത അമൃത ചോദിച്ചു. ഇപ്പൊ ഈ വായിച്ചതിൽ ബിഫോർ മുതൽ ബിയോണ്ട് വരെ വായിച്ചതിൽ അർത്ഥം അറിയാത്ത വല്ല വേർഡുകൾ ഉണ്ടോ? ബിനീത്ത് എന്താണ് സർ? ബിലോ എന്ന് തന്നെയാണ്. ബിലോ താഴെ, അടിയിൽ, അണ്ടർ. ഓക്കെ, വേറെ എനി ഡൗട്ട്? രണ്ടാമത്തെ വരി വായിച്ചതിൽ സംശയമുള്ളത് ആർക്കെങ്കിലും? ബിയോണ്ട് മുകളിൽ, എബോവ്. ഓക്കെ, ബെനീത്ത് തന്നെ സാറേ. ബെനീത്ത്. ബിലോ, അണ്ടർ. യെസ്. അപ്പൊ ഇനി അടുത്തൊരാള് രാഗി സനൽ, മൂന്നാമത്തെ ലൈൻ ഒന്ന് വായിച്ചേ. ബിയോണ്ട് കഴിഞ്ഞിട്ടില്ലേ? ബിയോണ്ട് കഴിഞ്ഞിട്ട്. ഓക്കെ. ബട്ട്, ബൈ ഡൗൺ, ഡ്യൂറിങ്, ഫോർ, ഫ്രം, ഇൻ, ഇൻസൈഡ്, ഇൻടു, എക്സെപ്റ്റ്, ഓർ, ഓഫ്, ഓൺ. ഓക്കെ, ഔട്ട്. മതി. ഓൺ വരെ മതി. ഞാൻ വായിക്കുന്ന ചാൻസ് കൊടുക്കുന്നു. ഓക്കെ. ഇത്രയും വായിച്ചാൽ അത് അറിയാൻ പാടില്ലാത്ത വല്ല മീനിങ് ഉണ്ടോ? ബട്ട് എന്ന് വെച്ചാല് എന്നാൽ എന്ത്? ബൈ ഡൗൺ താഴെ. ഡ്യൂറിങ് ടൈം ആണോ സാർ ഉദ്ദേശിക്കുന്നത്? ഇടയ്ക്ക് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡൂയിങ് നമുക്ക് ഇനി താഴെ വീണ്ടും വരുന്നുണ്ട്. നമുക്ക് അവിടെ കുറച്ചുകൂടി കൂടുതലായിട്ട് പറയാം. ഓക്കെ, അടുത്തത് ഫോർ നമ്മൾ നേരത്തെ എഴുതിയല്ലോ. ഫോർ മീ എന്നും പറഞ്ഞ എഴുതിയില്ലേ? എവിടെ നിന്ന്? ഓക്കെ, ഇൻ അകത്ത്, ഇൻസൈഡും ഉള്ളിൽ. ഇൻടു അതിന്റെ അകത്തെന്നുള്ള. അകത്തേക്ക്. ഓക്കെ. എക്സെപ്റ്റ് എന്തെന്നാൽ നമ്മൾ പറയല്ലേ പ്രത്യേകത, അല്ലെങ്കിൽ ഒഴിയ, മറ്റു ഒരെണ്ണം ഒഴിയ. എക്സെപ്റ്റ്. ഓക്കെ, റെഡി. ഓർ ഒന്നെങ്കിൽ മറ്റൊന്ന്. ഓർ ശരിയാണ്. ഓക്കെ. അടുത്തത് ഓഫ്. രണ്ട് എഫ് ഉണ്ട്. ദൂരെ, അത് അതിന് കൂടെ വേറെ അകന്ന് എന്നുള്ള അർത്ഥത്തിലാണ്. ഓക്കെ. ഓൺ മുകളിൽ. ഓക്കെ. അപ്പൊ അത് സെയിം ആണ്. ഓക്കെ, ഇനി ചിഞ്ചു അടുത്ത ലൈൻ ഒന്ന് വായിച്ചേ, നാലാമത്തെ. ഔട്ട്, ഔട്ട്സൈഡ്, ഓവർ, റൗണ്ട്, സിൻസ്, ദാൻ, ത്രൂ, ത്രൂ ഔട്ട്, ടിൽ. ഔട്ട് പുറത്ത്. പറയണമെന്നില്ല, അതിനത് അറിയാൻ പാടില്ലാത്ത വായിച്ചാൽ മതി. അറിയാൻ പാടില്ലാത്തുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, സമയം പോകല്ലെങ്കിൽ. ഓക്കെ, ഈ വായിച്ചാൽ അറിയാൻ എന്തെങ്കിലും ഉണ്ടോ? സിൻസ് എന്ന് വെച്ചാല് അത് മുതൽ എന്നുള്ള അർത്ഥം. സിൻസും ഫോറും നമുക്ക് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിന്റെ അകത്ത് വേറെ വരും. അപ്പൊ നമുക്കത് നോക്കാം. ഓക്കെ, എന്ന് പറഞ്ഞാല് നമ്മൾ പറയുകയാണെങ്കിൽ കാൾ. അപ്പൊ
ദാൻ യു നിങ്ങളെക്കാൾ, ദാൻ ദ ബോയ് ആൺകുട്ടിയേക്കാൾ. കേട്ടോ, ദാൻ കാൾ എന്നർത്ഥം. രണ്ട് സംഗതികളെ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോഴാണ് കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ ഉപയോഗിക്കുന്ന വേർഡാണ് ദാൻ. ബെറ്റർ ദാൻ, കേട്ടോ, അതിനേക്കാൾ. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി വേറെ ഏതാണ്? ബാക്കിയുള്ളതൊക്കെ അറിയാവുന്നതാണ്. ഈ വേറെ ആർക്കെങ്കിലും കേട്ടുകൊണ്ടിരുന്നവരില് ആർക്കെങ്കിലും അറിയാത്ത എന്തെങ്കിലും വേർഡ് ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. സാർ ത്രൂ ഔട്ട് എന്ന് പറഞ്ഞാൽ മുഴുവനായി എന്നാണോ? അതെ, ത്രൂ ഔട്ട്, മുഴുവൻ സമയവും. കേട്ടോ, ത്രൂ ഔട്ട്, ഫുൾ ടൈം. ഓക്കെ ഓക്കെ ഓക്കെ, ത്രൂ ഔട്ട്. ഇനി അടുത്തൊരാൾ വരൂ. ആൻസൽ ആൻഡ് ജോസഫ്. ഓക്കെ ഓക്കെ. ആളില്ലേ? യെസ്, എന്നാ പോട്ടെ. അടുത്തൊരാള്. പിന്നെ അതിന് വേറെ പേര് കാണുന്നില്ല. നിങ്ങൾ ആരെങ്കിലും ഒരാൾ വന്ന്, നേരത്തെ വായിക്കാതെ ആരെങ്കിലും ഒരാൾ വന്ന്. ഞാൻ വായിക്കാം സർ. യെസ്, ക്യാരി ഓൺ. യുവർ നെയിം? ആൽഫ. ആൽഫ. വായിച്ചോളൂ വായിച്ചോളൂ. ലാസ്റ്റ് ലൈൻ വായിച്ചോളൂ. Towards, under, until, up, with, within, without. വെരി ഗുഡ്. ഓക്കെ ഓക്കെ, നന്നായിട്ടുണ്ട്. യെസ്. അപ്പൊ ഇതിന്റെ അത് വല്ല മീനിങ് അറിയാൻ പാടില്ലാത്ത വേർഡുകളുണ്ട്? അറിയാം സർ. എല്ലാം അറിയാം. ഇനി മറ്റാർക്കെങ്കിലും അറിയാൻ പാടില്ലാത്തവര്? യെസ്, നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാവുന്ന ആളുകളാണ്. അപ്പൊ ഇത് പറയേണ്ട കാര്യമില്ല, എളുപ്പത്തിൽ അങ്ങനെ പറഞ്ഞു പോകാം. ഓക്കെ, ശരി. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും വിഷയത്തിലോട്ട് വരാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പ്രിപ്പോസിഷൻസ് ഉണ്ട്. അതുകൂടാതെ ഈ പറഞ്ഞതിൽ ചിലതിൽ അത് വന്നിട്ടുണ്ട്. അതുകൂടാതെ കുറച്ചുകൂടി പ്രിപ്പോസിഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് പരീക്ഷയ്ക്ക് നമുക്ക് ചോദ്യം വരുമ്പോൾ ഒരു സെന്റൻസ് അല്ലെങ്കിൽ രണ്ട് സെന്റൻസ് തന്നിട്ട് അവിടെയൊക്കെ ഡാഷ് ഇട്ടിട്ടുണ്ടാവും. ആ ഡാഷ് ഇട്ട സ്ഥലത്ത് കറക്റ്റ് വേർഡ് പ്രിപ്പോസിഷൻ ഉപയോഗിച്ച് പൂരിപ്പിക്കണം. ഇതാണ് ഇതിൻ്റെ അത് പരീക്ഷയ്ക്ക് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരുമ്പോൾ വരുന്നത്. ഓക്കെ 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 ഓക്കെ. യെസ്, ഇനി നമുക്ക് കുറച്ചുകൂടി ഒന്ന് രണ്ട് കാര്യങ്ങൾ, നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങളും കൂടി നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ ഒന്ന് നോക്കാം കേട്ടോ. യെസ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു അറ്റ് മീ നമ്മൾ എഴുതി. അറ്റ് മീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ നേരെ എന്ന് നമ്മൾ പറഞ്ഞു, എന്റെ നേർക്ക് എന്ന് പറഞ്ഞു. ഈ അറ്റ് എന്ന് പറയുമ്പോൾ നേരെ എന്നുള്ള അർത്ഥം കൂടാതെ തന്നെ അറ്റ് ഇസ് എ പോയിന്റ് ഓഫ് ടൈം. കറക്റ്റ് ഒരു പോയിന്റ് ഓഫ് ടൈം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്, കറക്റ്റ് ഒരു പോയിന്റ് ഓഫ് ടൈം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അറ്റ് ഉപയോഗിക്കും. മാത്രമല്ല അറ്റ് പോയിന്റ് ഓഫ് ടൈം കൂടാതെ തന്നെ ചില ഫെസ്റ്റിവൽസ്, ആഘോഷങ്ങൾ, അറ്റ് ദ ക്രിസ്മസ്, അറ്റ് ദ ഓണം, അറ്റ് ദ റംസാൻ, അങ്ങനെ ചില ഫെസ്റ്റിവൽസിന്റെ സൂചിപ്പിക്കുന്നതിന്റെ തൊട്ട് മുന്നിലും അറ്റ് ഉപയോഗിക്കും. അപ്പോൾ അറ്റിന്റെ വേറെ രണ്ട് യൂസ് കൂടി ഞാൻ പറയാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിനോട്ട് എ പോയിന്റ് ഓഫ് ടൈം. ഒരു പോയിന്റ് ഓഫ് ടൈം കാണിക്കാൻ വേണ്ടിയിട്ട് അറ്റ് ഉപയോഗിക്കും. അല്ലെങ്കിൽ പോയിന്റ് ഓഫ് ടൈമിനെ കുറിച്ച് പറയുന്ന സ്ഥലത്ത് അറ്റ് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കും. ഫെസ്റ്റിവൽസിനെ കുറിച്ച് പറയുന്ന സമയത്ത് അവിടെയും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? അറ്റ് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നു. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യം വായിച്ചതാരാണ് ലാസ്റ്റ് വായിച്ചത്? ആൽഫ. ഞാനാണ്. ഓക്കെ ഓക്കെ, ആൽഫ. ഇതൊന്നുകൂടി വായിച്ചേ. അറ്റ് എഴുതിയേക്കുന്നത് താഴെ നിന്ന് വായിച്ചേ. ഫസ്റ്റ് വൺ ആണോ സർ? ഓക്കെ ഓക്കെ ഓക്കെ. യൂസ്ഡ് ഫോർ എ സർട്ടൻ മൂമെന്റ് ഓർ പോയിന്റ് ഓഫ് ടൈം. ഓക്കെ ഓക്കെ ഓക്കെ, നിർത്തി വായിക്കട്ടെ. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ പോയിന്റ് ഓഫ് ടൈം. കണ്ട, അതിൻ്റെ എഴുതിയിട്ടുണ്ട്. ഒരു പ്രത്യേക ടൈം പോയിന്റ് കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ നമ്മൾ അറ്റ് ഉപയോഗിക്കും. ഇനി അത് വായിച്ചേ, അതിന് താഴെ. The meeting will start at 5 o'clock. നോക്ക്, കണ്ട, കറക്റ്റ് ടൈമാണ് പറയുന്നത്. പോയിന്റ് ഓഫ് ടൈം 5 മണിക്ക് മീറ്റിംഗ് ആരംഭിക്കും. ആ 5 മണി എന്നുള്ള തൊട്ട് മുന്നിൽ വന്നേക്കണം എന്താണ്? അറ്റ്. കണ്ട, കറക്റ്റ് പോയിന്റ് ഓഫ് ടൈം കാണിക്കുമ്പോൾ അവിടെ എന്തുപയോഗിക്കും? അറ്റ് ഉപയോഗിക്കും. സമയത്തിന്റെ കൂടെ എല്ലാം എടുത്തിട്ട് വരുമല്ലോ. അറ്റ് 5 o'clock, അറ്റ് 4 o'clock, അറ്റ് 6 o'clock. ഓക്കെ, the meeting will start at കറക്റ്റ് പോയിന്റ് ഓഫ് ടൈം 5 o'clock. ഓക്കെ, ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ ഒന്ന് വായിച്ചേ. Used for festivals that mark a point in the year. ഒരു വർഷത്തിൽ നമ്മൾ കാണുന്ന ചില ഫെസ്റ്റിവൽസ്, ആഘോഷങ്ങൾ, ക്രിസ്തുമസ് ആവാം, റംസാൻ ആവാം, അല്ലെങ്കിൽ ഓണം ആവാം. ഓക്കെ, നോക്കി ഒന്ന് അതിന്റെ എക്സാമ്പിൾ ഒന്ന് വായിച്ചേ.
We will come to your house at Easter. We will come to your house at Easter. In Easter അല്ല, at Easter. We will come to your house. ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് ഈസ്റ്ററിന് വരും. We will come to your house at Easter festival. അതിന്റെ എക്സാമ്പിൾ താഴെ കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ അറ്റ് ക്രിസ്മസ് എന്ന് പറയാം, അറ്റ് ദ ന്യൂ ഇയർ എന്ന് പറയാം, അറ്റ് റംസാൻ എന്ന് പറയാം, അറ്റ് വിഷു എന്ന് പറയാം. ഓക്കെ, അപ്പൊ അങ്ങനെ ഫെസ്റ്റിവൽസിന്റെ കൂടെ എപ്പോഴും എന്ത് വരും? അറ്റ് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ വരും. ഓക്കെ, ഇപ്പൊ വായിച്ചാണ് സ്വന്തമായിട്ടൊരു പോയിന്റ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കുന്ന സെന്റൻസ് പറഞ്ഞ. ഈ ക്ലാസ് 8 മണിക്ക് ആരംഭിച്ചു. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മതി. കറക്റ്റ് ആയി. Our class starts at 8 o'clock. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അവർ ക്ലാസ് സ്റ്റാർട്ടഡ് അറ്റ് 8 o'clock. കണ്ട, അറ്റ് വന്നണ്ട. അവർ ക്ലാസ് സ്റ്റാർട്ടഡ് അറ്റ് 8 o'clock. ഓക്കെ, ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ പറഞ്ഞ്, ഫെസ്റ്റിവൽ വരാവുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഫെസ്റ്റിവൽ വരാവുന്ന ഒരു എക്സാമ്പിൾ. ഞങ്ങൾ എന്റെ ഭർത്താവ് വിദേശത്താന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഭർത്താവ് ക്രിസ്തുമസിന് വരും. My husband will come at Christmas. ക്രിസ്മസ്. അപ്പോ അതിപ്പോ വേണമെങ്കിൽ അറ്റ് റംസാനോ അല്ലെങ്കിൽ അറ്റ് ന്യൂ ഇയറോ ഓക്കെ എന്ന് വേണമെങ്കിലും പറയാം. ഇപ്പൊ പിടികിട്ടിയില്ലേ? അപ്പൊ അറ്റ് എന്ന് പറയുന്നതിന്റെ കോമൺ ആയിട്ടുള്ള ഉപയോഗം നമ്മൾ നേരത്തെ മലയാളത്തിൽ എഴുതി വെച്ചു. ഇത് കൂടാണ്ട് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞു. ഇറ്റ് ഷോസ് എ പോയിന്റ് ഓഫ് ടൈം. ഇറ്റ് ഓൾസോ ഷോസ് എ ഫെസ്റ്റിവൽ ഇൻ ദ ഇയർ. ഓക്കെ, യെസ്. ഇനി അടുത്തൊരാള്. അടുത്തൊരാള് വന്നേ. ഇതിന്റെ അകത്ത് പേര് പറയൂ. സാബിക. സാധിക. ഓക്കെ, ഞാൻ സമയം തരട്ടെ, റെഡി ആയിട്ട് നിന്നു. ഓക്കെ. Now we are going to discuss on എന്ന് പറയുന്ന പ്രിപ്പോസിഷനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷനെ കുറിച്ച് പറയുമ്പോൾ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു ഓൺ മീ, എന്റെ മേൽ. കണ്ടോ? ആ മേൽ എന്നുള്ള അർത്ഥം കൂടാതെ തന്നെ ഈ ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഒരു സ്പെസിഫിക് ഡേ അല്ലെങ്കിൽ ഒരു ഡേറ്റ്, ഒരു പ്രത്യേക തീയതി അല്ലെങ്കിൽ പ്രത്യേക ദിവസം, അത് സൂചിപ്പിക്കുന്ന സ്ഥലത്ത് എല്ലാവരും ഓൺ ഉപയോഗിക്കും. എ സ്പെസിഫിക് ഡേ ഓർ എ സ്പെസിഫിക് ഡേറ്റ്. ഇനി അതുകൂടാതെ വേറെയും കാര്യങ്ങൾ ഓൺ ഉപയോഗിക്കുന്നത് ദ സ്പെസിഫിക് പാർട്ട് ഓഫ് എ ഡേ, ഏതെങ്കിലും ഒരു ദിവസത്തിന്റെ ഒരു ഭാഗം, അതായത് രാത്രിയെന്നോ പകലെന്നോ ആഫ്റ്റർനൂണെന്നോ പറയുന്ന സ്ഥലത്ത് എല്ലാവരും ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കും. അപ്പൊ രണ്ട് കാര്യങ്ങൾ ഓണിനെ കുറിച്ച് ഞാൻ പറയുന്നു. ഒന്ന് സ്പെസിഫിക് ഡേ ഓർ സ്പെസിഫിക് ഡേറ്റ്. രണ്ട് ദ പാർട്ട് ഓഫ് എ ഡേ, ഒരു ദിവസത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തെ കുറിച്ച് പറയുമ്പോൾ, ഏതെങ്കിലും സമയത്തെ കുറിച്ച് പറയുമ്പോൾ അവിടെയും നമ്മൾ ഓണെന്ന് ഉപയോഗിക്കും. ഓക്കെ, ഞാൻ പേര് മറന്നുപോയി, വായിച്ചു. ഞാൻ ആദ്യത്തെ വായിച്ചു. On, used for a specific day and date. It is used for a specific day. ഒരു സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് സ്പെസിഫിക് ഡേ ആൻഡ് എ ഡേറ്റ്, സ്പെസിഫിക് ആയ ഒരു ഡേറ്റ് പറയാൻ വേണ്ടി. ഓക്കെ, ഇനി അടുത്ത സെൻസ് വായിച്ചു. She will come back on Monday. വെരി ഗുഡ്. She will come back on Monday. കണ്ട, അവൾ തിങ്കളാഴ്ച വരും. കണ്ട, തിങ്കളാഴ്ച എന്ന് പറയുന്ന സ്പെസിഫിക് ഡേ കൃത്യമായിട്ട് പറയുന്നു. അത് ചൊവ്വാഴ്ചയല്ല വരുന്നത്, സ്പെസിഫിക്. കണ്ട, കറക്റ്റ്, കൃത്യം, സ്പെസിഫിക് ആയിട്ടൊരു ഡേ പറയുന്നു. അപ്പൊ ഇങ്ങനെ നമ്മൾ ചിന്തിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഞായർ മുതൽ ശനി വരെയുള്ള ഏത് ദിവസം പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെയൊക്കെ തൊട്ട് മുന്നിൽ എന്തുണ്ടാവും? ഓൺ ഉണ്ടാവും. ഓൺ സൺഡേ, ഓൺ ട്യൂസ്ഡേ, എല്ലാ ഡേറ്റിന്റെ മുന്നിൽ എന്ത് വരും? ഓൺ വരും. അപ്പോ മകളെ ഒരു ഓൺ വെച്ച് വരുന്ന സെന്റൻസ് സ്വന്തമായിട്ട് ഒന്നും പറഞ്ഞു. I am going to my parents' home on Friday. Okay, very good. Okay, very good. Okay. ഇനി അപ്പൊ നമ്മൾ പറഞ്ഞു ഓൺ സ്പെസിഫിക് ഡേ പറഞ്ഞു. ഇനി വേണമെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഡേറ്റ് ആവാം, സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഡേറ്റ്. യെസ്,
അടുത്ത സെന്റൻസ് വായിച്ച്. ഇതിന്റെ എക്സാമ്പിൾ തന്നെയാണോ ഇനി വായിക്കേണ്ടത്? രണ്ടാണോ വായിക്കണ്ടേ? രണ്ടാമത് ഇന്ത്യ became free. India became independent on 15th August 1947. ഓക്കെ, നോക്കിയേ, ഇന്ത്യ became independent. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് കറക്റ്റ് ഡേറ്റ് പറയാണ് 15th, 15-ാം തീയതി അല്ല, on 15th എന്ന് പറയണം. on 15th. അത് കഴിഞ്ഞിട്ട് മാസം പറഞ്ഞു ഓഗസ്റ്റ്, അത് കഴിഞ്ഞിട്ട് എന്ത് പറഞ്ഞു? വർഷം പറഞ്ഞു. അപ്പോ കറക്റ്റ് ഡേ, കറക്റ്റ് ഡേറ്റ്, ഇത് രണ്ടും പറയുമ്പോൾ അതിന്റെ കൂടെ വരുന്ന പ്രിപ്പോസിഷൻ എപ്പോഴും എന്തായിരിക്കും? ഓൺ ആയിരിക്കും. അപ്പൊ അത് മറക്കാതിരിക്കുക. കറക്റ്റ് ഡേറ്റ്, കറക്റ്റ് ഡേ, ഈ രണ്ടിന്റെയും കൂടെ വരുന്ന പ്രിപ്പോസിഷൻ എപ്പോഴും ഓൺ ആയിരിക്കും. അപ്പോ ഇതിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞ്, വേറെ ഒന്നും പറയണ്ട. വിവാഹിതയാണെങ്കിൽ എന്നാണ് വിവാഹം കഴിച്ചതെന്നുള്ളത് ആ ഡേറ്റും മാസവും വർഷവും പറഞ്ഞ കറക്റ്റായി. My marriage on ഡേറ്റ് പറയാം. 26th മാസം June 2010. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഇപ്പോ പണ്ട് ഞാൻ വേറൊരു സ്ഥലത്ത് ഒരു ഇതിന്റെ ഇരിക്കുന്ന സമയത്ത് അവിടെ വെഹിക്കിളായിട്ട് വരുന്ന സമയത്ത് അവരോട് നമ്മൾ ചോദിക്കും, നിങ്ങളുടെ വണ്ടിയുടെ നമ്പർ എന്ന് പറയും. അപ്പൊ വന്ന് അവര് പറയും സ്വന്തം വണ്ടിയാണ്, എന്നാലും പെട്ടെന്ന് അത് നോക്കട്ടെ സാറേന്ന് പറയും. എന്ന് പറഞ്ഞ പോലെ ഡേറ്റുകൾ പറയാം. അതൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് ഓടി കയറി വരണം. ഒരു പ്രാവശ്യം പറഞ്ഞു. ഓക്കെ, ആധികാരികമായിട്ട് പറഞ്ഞു. My marriage on 26th June 2010. വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ഓക്കെ. അപ്പൊ നോക്കിയേ, ആദ്യം ഡേറ്റ് വന്നു, ആ ഡേറ്റിന്റെ മുന്നിൽ എന്ത് വന്നു? ഓൺ വന്നു, മാസം വന്നു, വർഷം വന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് ഒന്നുകൂടി പറയുന്നു. സ്പെസിഫൈയിങ് എ ഡേറ്റ്, സ്പെസിഫൈയിങ് എ ഡേ, ഇത് രണ്ടിന്റെ മുന്നിൽ ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കണം. ഓക്കെ, ഇനി ഞാൻ വേറെ കാര്യം കൂടി പറഞ്ഞിരുന്നു, ഒരു പാർട്ട് ഓഫ് എ ഡേ. ഓക്കെ 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 ഓക്കെ, അതിന്റെ താഴെ വായിക്കും. രണ്ടെന്നുള്ളത് വായിച്ചാൽ മതി. രണ്ടാമത്തെ Used for a specific part of any such day. Let's see in the park on Saturday. On Saturday. Similarly, on the night of January 25th. Okay. ജാനുവരി 25th എന്ന് പറയുന്ന ആ ദിവസത്തിന്റെ ഒരു ഭാഗം, ആ ദിവസത്തിന്റെ നൈറ്റ് ഉണ്ട്. ദ പാർട്ട് ഓഫ് എ ഡേ, ജാനുവരി 25th ഓൺ ദ നൈറ്റ്, ആ രാത്രിയിൽ. പിന്നെ അടുത്ത് പറഞ്ഞ ഓണം മോർണിംഗ് അല്ല, ഓണത്തിന്റെ അന്ന് രാവിലെ. ഓണം എന്ന് പറയുന്ന ഒരു ദിവസത്തിന്റെ മോർണിംഗ് ഉണ്ട്. ഓണം മോർണിംഗ്, അവിടെ ഓൺ പ്രപ്പോസിഷൻ. അടുത്തത് on Christmas evening. On the Christmas Eve, ക്രിസ്മസിന് തലേന്ന്, on the eve of the Christmas. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു ദിവസത്തിന്റെ, ആ ദിവസത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തെ കുറിച്ച് പറയുമ്പോൾ അവിടെ എപ്പോഴും എന്ത് ഉപയോഗിക്കണം? ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞത് ഒന്നുകൂടി ചുരുക്കി പറയാം. ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഒരു ഡേനെ കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കും. ഒരു ഡേറ്റിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അവിടെ ഉപയോഗിക്കും. ഒരു സ്പെസിഫിക് പാർട്ട് ഓഫ് എ ഡേ, ആ ദിവസത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തെ കുറിച്ച് പറയുമ്പോഴും ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ വി വിൽ യൂസ് ഇറ്റ്. ഓക്കെ, ഇനി അടുത്തൊരാൾ വന്നേ. മക്കളെ ആരെങ്കിലും വാ, നേരെ കളയല്ലേ. യെസ് സാർ, ബലത്തി പറയേ, നല്ല നല്ല ചൂടിയായിട്ട് പറയേ. യെസ് സാർ. ഓക്കെ 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 ഓക്കെ, ഞാൻ പറയാട്ടോ. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻ എന്ന് പറയുന്ന പ്രിപ്പോസിഷനെ കുറിച്ചാണ്. വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ഇൻ. ഇൻ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നത് ഇറ്റ് ഈസ് എ പീരീഡ് ഓഫ് ടൈം, കറക്റ്റ് പീരീഡ്, ഏത് വർഷം എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻ എന്ന് പറയുന്ന പ്രിപ്പോസിഷനാണ്. എ കറക്റ്റ് പീരീഡ് ഓഫ് ടൈം. ഇനി ഇറ്റ് ഈസ് ആൾസോ യൂസ്ഡ് ടു ഷോ ദ ലെങ്ത് ഓഫ് ടൈം. ലെങ്ത് എന്ന് പറഞ്ഞാൽ ഒരറ്റം മുതൽ മറ്റേറ്റം വരെ നീളം. ഒരു ടൈം ഗ്യാപ്പിന്റെ ലെങ്ത് പറയാൻ വേണ്ടിയിട്ട്
ആ ലെങ്ത് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൂടി ഉപയോഗിക്കുന്നു? ഇൻ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ അതിന്റെ കൂടെ ഉപയോഗിക്കുന്നു. അപ്പൊ ഇൻ നമ്മൾ വന്നപ്പോ തന്നെ എഴുതി ഇൻ മീ, എന്നിൽ നമ്മൾ എഴുതി. അതുകൂടാതെ ഇൻ ഈസ് ഓൾസോ യൂസ്ഡ് എ കറക്റ്റ് വർഷം, ഒരു പീരീഡ് അത് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ലെങ്ത് ഓഫ് ടൈം, സമയത്തിന്റെ ദൈർഘ്യം കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. ഓക്കെ, ഇനി വായിച്ചു. യൂസ്ഡ് എന്ന് പറഞ്ഞിട്ട് വായിച്ചു കേട്ടോ. In used before words that denote a period of time. എ പീരീഡ് ഓഫ് ടൈം, കറക്റ്റ് പീരീഡ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇൻ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ പീരീഡ് കാണിക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്നത്. അതിന് എക്സാമ്പിൾ വായിച്ച്. Our factory started functioning in 1996. ഓക്കെ ഓക്കെ ഓക്കെ, നോക്കിയേ. അവർ ഫാക്ടറി, ഞങ്ങളുടെ ഫാക്ടറി സ്റ്റാർട്ടഡ് ആരംഭിച്ചു, ഫംഗ്ഷനിങ് പ്രവർത്തനം ആരംഭിച്ചു. കറക്റ്റ് പീരീഡ് 1996. അപ്പൊ ആ കറക്റ്റ് പീരീഡ് കാണിക്കുമ്പോൾ അതിന് മുമ്പില് ഓൺ അല്ല, ഇൻ 1996, 1996 കറക്റ്റ് ഇൻ 1996. വർഷങ്ങൾ പറയുമ്പോൾ എപ്പോഴും ഇൻ എന്ന് പറയുന്ന പ്രിപ്പോസിഷനാണ് ഉപയോഗിക്കുന്നത്. കറക്റ്റ് പോയിന്റ് ഓഫ് ടൈം കാണിക്കുമ്പോൾ ഇൻ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നത്. അപ്പൊ മകളൊരു എക്സാമ്പിൾ പറയാം. വിവാഹം നടന്ന വർഷം പറഞ്ഞാൽ കറക്റ്റ് ആയി. I got married in 2019. 2019. I got married in 2019. അതുപോലെ നമുക്ക് വേണമെങ്കിൽ പറയാം ഇൻ സമ്മർ, ഇൻ വിന്റർ, ഇൻ മെയ്, ഇൻ ദ മോർണിംഗ്, ഇൻ ദ ആഫ്റ്റർനൂൺ, ഇൻ ദ ഈവനിങ്, ഇൻ ദ ഡേ ടൈം പറയാം. ഓക്കെ, രണ്ടാമത്തെ വായിക്ക്. രണ്ടാമത്തെ യൂസ്. In used to show the total length of time needed to complete some activity. ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി, പ്രവൃത്തി, അത് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ടോട്ടൽ ടൈമിന്റെ ലെങ്ത് ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ലെങ്ത് ഓഫ് ടൈം കേട്ടോ, ഇവിടെ എഴുതിയിട്ടുണ്ട്. ലെങ്ത് ഓഫ് ടൈം, സമയത്തിന്റെ ദൈർഘ്യം കാണിക്കാൻ വേണ്ടിയിട്ട് മിൻ ഉപയോഗിക്കും. എക്സാമ്പിൾ ഇത് വായിക്കുമ്പോൾ മനസ്സിലാവും. വായിച്ച്. Can you complete the work in 1 week? കണ്ടോ, ക്യാൻ യു കംപ്ലീറ്റ് ദ വർക്ക്, നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ കഴിയുമോ ഈ ജോലി? ഇൻ 1 വീക്ക്. ലെങ്ത് ആണ്, ലെങ്ത്. ഒരാഴ്ച എന്ന് പറയുന്ന സമയം ഉണ്ടാകും. അതിന് തൊടുക്കൂൽ കറക്റ്റ് ആണ്. ലെങ്ത് ഓഫ് ടൈം ആണ് ഒരാഴ്ച. ആ ഒരാഴ്ച എന്നുള്ളതിന് പകരം നമുക്ക് വേണമെങ്കിൽ ഒരു ദിവസം എന്ന് പറയാം, അല്ലെങ്കിൽ വേണമെങ്കിൽ ഒരു മണിക്കൂർ എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു വർഷം എന്ന് പറയാം. ആക്കണ്ട. ക്യാൻ യു കംപ്ലീറ്റ് ദ വർക്ക്, നിങ്ങൾക്ക് ഈ ജോലി പൂർത്തിയാക്കാൻ സാധിക്കുമോ? ഇൻ 1 വീക്ക്, ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് ഈ ജോലി പൂർത്തിയാക്കാൻ സാധിക്കുമോ? ഓക്കെ, ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ മകനോട് പഠിക്കാൻ പറഞ്ഞു. അപ്പൊ അവനോട് പറഞ്ഞിരിക്കുന്ന 1 മണിക്കൂറിന്റെ ഉള്ളിൽ പഠിച്ചേൽപ്പിക്കണമെന്നാണ്. ഇവിടെ 1 വീക്കാണ്. അവന് മകനോടോ മകളോടോ ഞാൻ അപ്പുറത്തേക്കൊക്കെ പോയി വരുമ്പോഴേക്കും അപ്പൊ 1 മണിക്കൂറാണ്. അന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു. Can you finish the homework in half an hour? വെരി ഗുഡ്. ക്യാൻ യു ഫിനിഷ് ദ വർക്ക് ഇൻ ഹാഫ് ആൻ അവർ, ഒരു അരമണിക്കൂറിനുള്ളിൽ ഫിനിഷ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമോ? അപ്പൊ നമ്മൾ അവനോട് ചോദ്യം ചോദിച്ചാൽ വേണമെങ്കിൽ നമുക്ക് അത് വേറെ രീതിയിൽ പറയാം. യു ഷുഡ് ഫിനിഷ് ദ ഹോംവർക്ക് ഇൻ ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഇൻ 1 അവർ. ഓക്കെ, അപ്പൊ നമുക്ക് അവനോട് ചെയ്യണം എന്ന് പറയണം. മറ്റത് ക്യാൻ യു എന്ന് പറയുമ്പോൾ ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിക്കണം. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ഓക്കെ ഓക്കെ, ശരി കേട്ടോ. യെസ്, ഹു ഈസ് ദ നെക്സ്റ്റ് പേഴ്സൺ? അടുത്ത ആള്. നിങ്ങൾ ആരും വന്നില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഇരിക്കോട്ടോ. യെസ്, sir. ഓക്കെ 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 ഓക്കെ. നിങ്ങൾ ഇതൊരു ലീഡറെ കണ്ടുപിടിക്കണം. കാരണം എല്ലാവരും ഇങ്ങനെ നിൽക്കണം. അവള് വരട്ടെ അല്ലെങ്കിൽ ഇവൻ വരട്ടെ എന്നൊക്കെ പറഞ്ഞ് നോക്കിയിരിക്കുന്നത്. വേറെ ആരുമില്ല. ആകെ നമ്മി 19 പേര് ഞാനും മാത്രമേ ഉള്ളൂ. നമുക്ക് വേറെ ആരെയും നോക്കി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ അങ്ങോട്ട് പറയാ, നിങ്ങൾക്ക് അറിയാവുന്ന പോലെ പറയാ. ഫുൾ സപ്പോർട്ട് ഞാൻ ചെയ്യുന്നില്ലേ. പിന്നെ ആരെയും കളിയാക്കുന്നൊന്നുമില്ലല്ലോ. എവിടെയോ വെച്ച് നമുക്ക് വിട്ടുപോയ സംഗതികളെ നമ്മളൊന്ന് റിവൈൻഡ് ചെയ്തെടുക്കുന്നു. ഇതൊക്കെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പണ്ട് പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മ വരും. നോ പ്രോബ്ലം. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഡൂറിങ് എന്ന് പറയുന്ന ഒരു വേർഡാണ്. നേരത്തെ ആരോ ഇത് ചോദിച്ചപ്പോ ചോദിച്ചായിരുന്നു. ആരാണ് ചോദിച്ചത്? ഡൂറിങ് ചോദിച്ചത്. ഡൂറിങ്ങിന്റെ അർത്ഥം ചോദിച്ചില്ലേ നമ്മള് ആദ്യം കുറച്ച് പ്രിപ്പോസിഷൻ പറഞ്ഞപ്പോ? പോട്ടെ, ആരൊരാൾ ചോദിച്ചിരുന്നു. ഡൂറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം
ഇടയ്ക്ക് എന്നാണ്. ഇടയ്ക്ക് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക്. ഞാൻ പറയാം ഡ്യൂറിങ് ദ മീറ്റിംഗ്, മീറ്റിംഗിന്റെ ഇടയ്ക്ക്, ഡ്യൂറിങ് ദ മീറ്റിംഗ് ഐ വെന്റ് ഔട്ട്സൈഡ്, ഞാൻ എന്ത് ചെയ്തു, പുറത്തേക്ക് പോയി. ഡ്യൂറിങ് ദ മീറ്റിംഗിന്റെ ഇടയ്ക്ക് ഐ ഡ്രാങ്ക് എ കപ്പ് ഓഫ് ടീ, ഞാൻ ഒരു കപ്പ് ചായ കുടിച്ചു. അല്ല, ഡ്യൂറിങ് മീൻസ് ഇടയ്ക്ക്, ഇടയിൽ എന്നുള്ള അർത്ഥം. എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ. അപ്പോ ഡ്യൂറിങ് എന്ന് പറയുന്ന ആ പ്രിപ്പോസിഷൻ, ഇറ്റ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് an idea, a situation continue, ഒരു സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് ഉള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്ന സമയത്താണ് നമ്മൾ ഡ്യൂറിങ് എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കുന്നത്. ഡ്യൂറിങ്ങിന്റെ അർത്ഥം എന്താണ്? ഇടയ്ക്ക്. ഓക്കെ, ചിഞ്ചു വായിച്ചോ. used to express the idea that an occurrence, continuous, or a situation persists throughout the whole of a specified period. ഓക്കെ, ഇതിനൊരു എക്സാമ്പിൾ കൊടുത്തിട്ടില്ല, സ്വന്തമായിട്ട് വരും പറ. അതായത് ഡ്യൂറിങ് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ വരാവുന്ന ഒരെണ്ണം പറഞ്ഞ. യെസ്, പ്രേമോ. During my marriage time, my grandfather is hospitalized. Okay. Very good. During my marriage time, and എൻ്റെ വിവാഹത്തിന്റെ ഇടയ്ക്ക് my grandfather was hospitalized. Very good. അപ്പൊ ഡ്യൂറിങ് ദ ക്ലാസ്സിന്റെ ഇടയ്ക്ക് മൈ സൺ കെയിം ടു മൈ റൂം, അല്ലെങ്കിൽ മൈ ഡോട്ടർ കെയിം ടു മൈ റൂം, ഓർ മൈ ഹസ്ബൻഡ് കെയിം ടു റൂം. ഓക്കെ, അങ്ങനെ നമുക്ക് പറയാം ഡ്യൂറിങ്, ഇടയ്ക്ക്. ഓക്കെ, ശരി, റെഡി. ഇനി അടുത്തൊരാൾ. By I used to donate the latest table which something is to be done. ഓക്കെ, ഞാൻ പറയാം. ഓക്കെ, ഒരാൾ റെഡി ആയിട്ട് വന്നാൽ മതി. ഓക്കെ, റെഡി. അപ്പൊ അടുത്ത് നമ്മൾ പറയുന്നത് ബൈനെ കുറിച്ചാണ്. ബൈ. ഈ ബൈ എന്ന് പറയുന്ന വേർഡ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത്, നമ്മളിപ്പോ ഒരു ലെറ്റർ എഴുതുകയാണ്, കത്തൊക്കെ എഴുതുകയാണെങ്കിൽ ആ കത്തൊക്കെ എഴുതി കുറച്ചു നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ ലാസ്റ്റ് ആകുമ്പോൾ നമ്മൾ ബൈ എന്ന് പറഞ്ഞിട്ടാണ് ഒപ്പിടുന്നത്. ബൈ സൈൻഡ് ചെയ്ത് ബൈ വെച്ചിട്ടാണ് ബൈ, ആരാൻ എന്നുള്ള രീതിയിലാണ് ബൈ എന്ന് പറയുന്ന സംഗതി വരുന്നത്. ഒരു ചിത്രം വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ബൈ വേണുകുട്ടൻ നായർ എന്ന് എഴുതുകയാണ്. അപ്പൊ അതിന്റെ അർത്ഥം അതാണ്, ആരാലാണ് ചിത്രം വരയ്ക്കപ്പെട്ടത്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ പറയുന്നത് ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു എക്സ്പ്രസ് ദ ലേറ്റസ്റ്റ് ടൈം, ഏറ്റവും അവസാനമായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു സമയമുണ്ട് ചില കാര്യങ്ങൾക്ക്. ആ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ദ ലേറ്റസ്റ്റ് ടൈം, അതിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ബൈ എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കുന്നു, ടു എക്സ്പ്രസ് ദ ലേറ്റസ്റ്റ് ടൈം. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ അത് പറയാം. അതായത് യു ഷുഡ് ഫിനിഷ് ദ വർക്ക് ബൈ ദ ഈവനിങ്, വൈകുന്നേരത്തിന് മുമ്പ് ഈ ജോലി പൂർത്തിയാക്കണം. ഒരാൾക്കൊരു പണി നമുക്ക് കൊടുത്തിരിക്കുകയാണ്, നമ്മൾ നേരത്തെ ഇൻ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഉപയോഗിച്ചപ്പോൾ പറഞ്ഞത് ഇൻ 1 day, ഇൻ 1 hour എന്നാണ്. ഇവിടെ നമ്മൾ ഒരു മണിക്കൂറോ ഒരു ദിവസം പറയുന്നില്ല, വൈകുന്നേരത്തിനുള്ളിൽ, ബൈ ദ ഈവനിങ്. ബൈ ദ ഈവനിങ് യു ഷുഡ് കംപ്ലീറ്റ് ദ വർക്ക്, നീ ജോലി എന്ത് ചെയ്യണം, പൂർത്തിയാക്കണം. അതുമല്ല എങ്കിൽ നമ്മൾ ഭർത്താവിനോട് പറയണം, നിങ്ങൾ വൈകുന്നേരം എത്തണം അല്ലെങ്കിൽ രാത്രി വരണം എന്ന് പറയുമ്പോൾ നമ്മൾ യു ഷുഡ് കം ബൈ നൈറ്റ്. ഓക്കെ, അപ്പോ സഫിയ അതുപോലെ എക്സാമ്പിൾ പറഞ്ഞേ, അത് കൊടുത്തിട്ടില്ല, പറഞ്ഞോ. ബൈ വരണം, ദാറ്റ് ഷുഡ് ഷോ എ Should come. I
Okay, you should come. പെർഫെക്റ്റ് അല്ല സാർ, ഇവിടെ കുറച്ച് നെറ്റ് Okay. ഇഷ്യൂസ് ഉണ്ട്. Okay. നെറ്റ് ഇഷ്യൂസ് ഞാൻ പറയാം, ഐ വിൽ സപ്പോർട്ട് യു. സഫിയ മകളോട് പറയാണ്, നീ രാവിലെ വരണം. You should come by morning. You should come by morning. You should come by morning. You should come with the one. പറഞ്ഞോളൂ. You should come morning. By വേണം, by morning. ലേറ്റസ്റ്റ് ടൈം നമ്മൾ മകൾക്ക് വരാനുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ടൈം നമ്മൾ ബൈ മോർണിംഗ്, ബൈ ഈവനിങ്, ബൈ ആഫ്റ്റർനൂൺ. ഓക്കെ, അപ്പോൾ അതിനെ കുറിച്ച് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബൈ എന്നുള്ള വേർഡ് നമ്മൾ ഉപയോഗിക്കുന്നു. ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് പറയാം. അടുത്ത നമുക്കൊരു ഫോറും ഉണ്ട്, സിൻസും ഉണ്ട്. ഫോറുണ്ട് അതിന്റെ ഒപ്പം തന്നെ സിൻസ് ഉണ്ട്. ഫോർ ആൻഡ് സിൻസ്. ഓക്കെ, അപ്പൊ ഈ ഫോറും സിൻസും എവിടെയൊക്കെയാണ്, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫോർ ആൻഡ് സിൻസ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കണം, ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഷോസ് എ പീരീഡ് ഓഫ് ടൈം. ഒരു പീരീഡ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഫോർ എന്നും, സിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഷോസ് എ പോയിന്റ് ഓഫ് ടൈം. ഒരു പോയിന്റ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് സിൻസ് എന്ന് ഉപയോഗിക്കും. ഞാൻ എക്സാമ്പിൾ പറയാം. അതായത് the teacher taught, അധ്യാപിക പഠിപ്പിച്ചു, for 2 hours, 2 മണിക്കൂർ അധ്യാപിക പഠിപ്പിച്ചു. അവിടെ 4 to 2 മണിക്കൂർ എന്ന് പറയുമ്പോൾ അതിനൊരു സ്റ്റാർട്ടിംഗ് ഉണ്ട്, ഒരു എൻഡിങ് ഉണ്ട്. എന്നാലും 2 മണിക്കൂർ ആവുള്ളൂ. അതൊരു പീരീഡ് ഓഫ് ടൈമാണ്. അങ്ങനെയുള്ള പീരീഡ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫോർ ഉപയോഗിക്കും. നേരെ മറിച്ച് നമ്മളിപ്പോ പറയണം 1975 മുതൽ ഞാൻ ഇവിടെയാണ് താമസിക്കുന്നത്. ഒരു കറക്റ്റ് പോയിന്റ് പറയണം. ഇപ്പോഴും താമസിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ തന്നെയാണ്. ഐ ഹാവ് ബീൻ ലിവിങ് ഹിയർ സിൻസ് 1975. ഐ ഹാവ് ബീൻ ലിവിങ് ഹിയർ സിൻസ്. സിൻസ് എപ്പോഴും ഇറ്റ് ഷോസ് എ പോയിന്റ് ഓഫ് ടൈം. ഫോർ ഷോസ്, ഫോർ എന്ന് പറയുന്നത് ഒരു പീരീഡ് ഓഫ് ടൈമിനെ കൂടി ഉപയോഗിക്കുന്നു. ഫോർ പീരീഡ് ഓഫ് ടൈമിനെ കൂടിയും സിൻസ് പോയിന്റ് ഓഫ് ടൈമിനെ കൂടിയും ഉപയോഗിക്കുന്നു. ഓക്കെ, അടുത്തൊരാൾ വന്നേ. യെസ്, ഓക്കെ ഓക്കെ, ഞാൻ വരുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. യുവർ നെയിം? ഹലോ ഓക്കെ ഓക്കെ, വെരി ഗുഡ്. യുവർ നെയിം? പേര് പറഞ്ഞേ? ഷീജ. ഓക്കെ ഓക്കെ, ഷീജയൊക്കെ ഓടി വന്ന് പറയാറുള്ളായിരുന്നല്ലോ മുമ്പൊക്കെ. ഓക്കെ, അതായത് ഫോർ എന്ന് എഴുതിയേക്കണമെന്ന് വായിച്ചേ. Four. Used to show the lapse of time during which an action takes place or a state of affairs persists. ഓക്കെ 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 ഓക്കെ, അത് ഇനി അതിന്റെ അടിയിൽ എക്സാമ്പിൾ വായിക്കാം, അപ്പൊ അത് കറക്റ്റ് ചെയ്യാം. We have been living in this house for 6 years. നോക്ക്. We have been living in this house for 6 years. നേരത്തെ നമ്മൾ 2 മണിക്കൂറായി ടീച്ചർ പഠിപ്പിക്കുന്നു. 6 വർഷം, ആ പീരീഡ് ഓഫ് ടൈമാണ്. അതിനൊരു സ്റ്റാർട്ടിംഗ് ഉണ്ട്, ഒരു എൻഡിങ് ഉണ്ട്. 6 വർഷമായി ഈ വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഇനി രണ്ടാമത്തെ സെന്റൻസ് വായിച്ച്. It rained continuously for 3 hours last day. കഴിഞ്ഞ ദിവസം for 3 hours, 3 മണിക്കൂർ കണ്ടിന്യൂസ് ആയി മഴ പെയ്തു. 3 hours, ഇറ്റ് ഇസ് എ പീരീഡ് ഓഫ് ടൈം. നമ്മളിപ്പോ ക്ലാസ്സിൽ ഒരു പീരീഡ്, ചിലപ്പോൾ 3/4 മണിക്കൂറായിരിക്കും ഒരു പീരീഡ്, ചിലപ്പോൾ 1 മണിക്കൂറായിരിക്കും ഒരു പീരീഡ്, ചിലപ്പോൾ ഒരു പീരീഡ് എന്ന് പറഞ്ഞാൽ 1.5 മണിക്കൂറായിരിക്കും. ഇവിടെ പീരീഡ് പറയണം, 3 മണിക്കൂർ മഴ പെയ്തു, 3 മണിക്കൂർ മഴ പെയ്തു. ഇറ്റ് ഈസ് ഷോസ് ഫോർ എന്ന് പറയുന്ന വേർഡ് പീരീഡ് ഓഫ് ടൈമിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ഓക്കെ, അപ്പൊ ഷിജ സ്വന്തമായിട്ട് എക്സാമ്പിൾ പറഞ്ഞു, ഫോർ വരാവുന്ന ഒരു എക്സാമ്പിൾ. I have been living in this house for 11 years.
വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ 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 വെരി ഗുഡ്. അല്ലെങ്കിൽ ഇന്ന് ഞാൻ 4 മണിക്കൂർ ഭക്ഷണം പാകം ചെയ്തു. Today I prepare food for 4 hours. 4 hours. ഇറ്റ് ഈസ് എ പീരീഡ് ഓഫ് ടൈം. 4 മണിക്കൂർ നീക്കും ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി മാത്രം വേണ്ടി വന്നിട്ടുണ്ട്. ഓക്കെ, അതിന്റെ അടിയിൽ സിൻസ് കൂടെ ഒന്ന് വായിച്ച്. Notice. Okay. Used in the perfect tense to show the exact point of or period of time in the past when something started. എന്തെങ്കിലും ഒന്ന് ആരംഭിക്കുന്ന സമയം കറക്റ്റ് പോയിന്റ് മാത്രമാണ് അതിനകത്ത് പറയുന്നത്. എവിടെ നിന്ന് തുടങ്ങി ആരംഭിച്ചു, അതിന്റെ എൻഡ് പറയൂല. കാരണം ആ പോയിന്റ് ഓഫ് ടൈമിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് സിൻസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ആ എക്സാമ്പിൾ ഒന്ന് വായിച്ചേ. I have been studying French since last January. ലാസ്റ്റ് ജാനുവരി, കഴിഞ്ഞ ജാനുവരി മുതൽ ഞാൻ ഫ്രഞ്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ മുതൽ എന്ന് വരെ എന്ന് പറയുന്നില്ല, പോയിന്റ് ഓഫ് ടൈമാണ് കാണിക്കുന്നത്. അവിടെ മുതൽ ഞാൻ എന്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്? ഫ്രഞ്ച് ഭാഷ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പോയിന്റ് ഓഫ് ടൈം. ഇനി അതിന്റെ അടിയിൽ വായിച്ച് എക്സാമ്പിൾ കുറിച്ച്. I have not seen Sarah since the left college. ഓക്കെ, സാറ കോളേജ് വിട്ടത് മുതൽ ഞാൻ അവളെ കണ്ടിട്ടില്ല. പോയിന്റ് ഓഫ് ടൈം, കോളേജ് എന്നാണോ സാറ വിട്ടുപോയത് അന്ന് മുതൽ ഞാൻ ആരെ കണ്ടിട്ടില്ല. അന്ന് മുതൽ എന്ന് പറയുന്നില്ല, അന്ന് മുതൽ കണ്ടിട്ടില്ല. ദാറ്റ് ഷോസ് എ പോയിന്റ് ഓഫ് ടൈം. അപ്പൊ മറക്കാതിരിക്കുക, എ പോയിന്റ് ഓഫ് ടൈം ആണെങ്കിൽ സിൻസും എ പീരീഡ് ഓഫ് ടൈം ആണെങ്കിൽ അത് ഫോറും ആയിരിക്കും ഉപയോഗിക്കുക. ഓക്കെ, ഇനി സിൻസ് വരാവുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഇപ്പൊ എവിടെ താമസിക്കണേ? അപ്പൊ അത് പറഞ്ഞാൽ മതി. എത്ര നാളെ ആലപ്പുഴ താമസിക്കാൻ തുടങ്ങിയിട്ട്? അത് അല്ലെ, കല്യാണം കഴിച്ചത് ഇവിടെ തന്നെയാണ്. അത് കുഴപ്പമില്ല, ഞാൻ അത് ഉദ്ദേശിച്ചില്ല. ഞാൻ ആ വർഷം കിട്ടാൻ വേണ്ടി പറഞ്ഞതാണ്. ഒരു വർഷം വിചാരിക്കുക, ഇത്ര മുതൽ ഞാൻ ആലപ്പുഴ ജില്ലയിലാണ് താമസിക്കുന്നത്. കറക്റ്റ് ആണ്, അങ്ങനെ പറഞ്ഞു. I have been living in Alappuzha since last 2 years. ഒരു 2 years എന്ന് പറയുമ്പോൾ അവിടെ ഒരു പീരീഡ് ഓഫ് ടൈം ആയി. ആ 2 years വർഷം പറയും. Okay, 2000. സിൻസ് 2000, 2000 മുതൽ ഞാൻ എവിടെയാണ് താമസിക്കുന്നത്? ആലപ്പുഴയിലാണ് താമസിക്കുന്നത്. ഐ ഹാവ് ബീൻ ലിവിങ് അറ്റ് ആലപ്പുഴ സിൻസ് 2000. 2000 മുതൽ ഞാൻ ആലപ്പുഴയിലാണ് താമസിക്കുന്നത്. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, അപ്പൊ മറക്കാതിരിക്കുക, സിൻസ് ഒരു പോയിന്റ് ഓഫ് ടൈമും ബിറ്റ്വീൻ അല്ല ഫോർ എ പീരീഡ് ഓഫ് ടൈമാണ്. ഓക്കെ, ഇനി അടുത്തൊരാള്. യെസ്, ഞാനിവിടെ ഇരിക്കും. അടുത്തൊരാള്, ആരെങ്കിലും ഒരാള്. മക്കളെ വന്ന ആൾക്കാരായാലും കുഴപ്പമില്ല, ആരെങ്കിലും ഒരാൾ വാ. യെസ്, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, നോക്കിയേ. അപ്പൊ ഒന്ന് കേട്ടതിന് ശേഷം ഇനി നമുക്ക് പറയുന്നത് ബിറ്റ്വീൻ ആണ്. ബിറ്റ്വീൻ. അപ്പൊ നേരത്തെ എമങ് എന്ന് നമ്മൾ ആ പ്രിപ്പോസിഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരാളിനോട് ചോദിച്ചിരുന്നു, എമങ് ഇടയിൽ. ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ രണ്ട് എണ്ണത്തിന്റെ നടുക്ക്, ബിറ്റ്വീൻ മധ്യത്തിൽ, നടുക്ക് എന്നുള്ള അർത്ഥത്തിലാണ് ബിറ്റ്വീൻ എന്ന് പറയുന്ന വേർഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. ബിറ്റ്വീൻ. ബിറ്റ്വീൻ ദ ബോയ് ആൻഡ് ദ ഗേൾ, ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും നടുക്ക്, ഇടയിൽ. ബിറ്റ്വീൻ ദ ഡെസ്ക് ആൻഡ് ദ ബെഞ്ച്, ഡെസ്കിന്റെയും ബെഞ്ചിന്റെയും നടുക്ക്. ഓക്കെ, യെസ്. അപ്പൊ ബിറ്റ്വീൻ ഈസ് ഷോസ് ഇൻ ബിറ്റ്വീൻ ടു തിങ്സ്. രണ്ട് എക്സ്ട്രീം ടൈം തന്നിട്ട് അതിന്റെ ഇടയിൽ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ബിറ്റ്വീൻ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത്. നോക്കിയേ, ഞാൻ വായിച്ചത്. Between used to show a period separating two times. രണ്ട് സമയത്ത് തമ്മിൽ സെപ്പറേറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ബിറ്റ്വീൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, അതിന്റെ അടിയിൽ വാചകം ഒന്ന് വായിച്ച്. താലികെട്ട്. Taligat will be performed between 9 a.m. and 10 a.m. ഓക്കെ, അവിടെ നിൽക്കട്ടെ. അത് നമ്മൾ ഇൻവിറ്റേഷൻ കാർഡ് അടിക്കുമ്പോൾ അതിനകത്ത് നമ്മൾ അടിക്കുന്ന ഒരു വാചകം കൊണ്ട് പറയുന്നത് താലികെട്ട് വിൽ ബി പെർഫോംഡ് ബിറ്റ്വീൻ 9 AM to 10 AM. നോക്കി, 9 മണി മുതൽ
10 AM 10 മണി വരെയുള്ള സമയം, 9 മണി മുതൽ 10 വരെ. ബിറ്റ്വീൻ അതിന്റെ ഇടയിൽ, താലികെട്ട് എപ്പോഴാണ്? 9നും 10നും ഇടയിൽ, ബിറ്റ്വീൻ ഇടയിൽ. ഏതിനിടയിൽ? 9 AM to 10 AM, 10 AM-നും 9 AM-നും ഇടയിലാണ്, ബിറ്റ്വീൻ ഇടയിൽ. ഓക്കെ. അപ്പൊ ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ. ഇവിടെ the താലികെട്ട് will be performed between 9 AM to and എന്നുള്ളതിന് പകരം 2 ഉപയോഗിച്ച് to 10 AM എന്ന് പറഞ്ഞാൽ ശരിയാവും? ഹലോ, പോയാ? ഇല്ല സർ. ഓക്കെ ഓക്കെ, ഉണ്ടല്ലേ. എന്ത് തോന്നുന്നു? താലികെട്ട് വിൽ ബി പെർഫോംഡ് ബിറ്റ്വീൻ 9 AM to 10 AM എന്ന് പറഞ്ഞാൽ ശരിയാവും? ആൻഡിന് പകരം ഇല്ല, അത് റോങ് ആണ്. വെരി ഗുഡ്, അത് റോങ് ആണ്. അപ്പൊ എന്തായി അർത്ഥം? 9 മണി മുതൽ 10 മണി വരെ താലികെട്ടാണായിപ്പോ, അല്ലേ? അത് ശരിയാവില്ല. അല്ലെ, ഇത് അങ്ങനെ വേണം. 9 മണിക്കും 10 മണിക്കും ഇടയിലാണ് താലികെട്ട്. അപ്പൊ അതുകൊണ്ട് ബിറ്റ്വീൻ ആൻഡ് ഉപയോഗിക്കാം. ബിറ്റ്വീൻ കഴിഞ്ഞാല് ആൻഡ് ഉപയോഗിക്കാവൂ, ടു ഉപയോഗിക്കരുത്. പിന്നെ നമുക്കിപ്പോ എക്സാമിനേഷൻ നടക്കുകയാണ്. അവിടെ നമുക്ക് വേണമെങ്കിൽ പറയാം ഫ്രം 9 AM. അപ്പൊ ബിറ്റ്വീൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഫ്രം ആണ്. ഫ്രം 9 AM to 10 AM. 9 മണി മുതൽ 10 മണി വരെ there will be examination. പരീക്ഷ ടൈം. അപ്പൊ അവിടെ ഫ്രമും ടു ഉപയോഗിക്കുമ്പോഴാണ് അത് വരുള്ളൂ. ബിറ്റ്വീൻ ഉപയോഗിക്കുമ്പോൾ ആൻഡ് തന്നെ ഉപയോഗിക്കണം, ടു ഉപയോഗിക്കരുത്. യെസ്, അത് എക്സ്പ്ലനേഷൻ ആയിട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. അതുകൂടി ഒന്ന് വായിച്ച്. Between is always followed by and never used to. ഓക്കെ ഓക്കെ, അവിടെ നിർത്ത്. ബിറ്റ്വീൻ ഈസ് ഓൾവേസ് ഫോളോഡ്. ബിറ്റ്വീൻ എന്ന് പറയുന്ന വാക്ക് കഴിഞ്ഞാൽ അത് ഫോളോ ചെയ്യുന്നത് എന്തായിരിക്കണം? ബൈ ആൻഡ്. ആൻഡ് എന്നായിരിക്കും. കണ്ട, ബിറ്റ്വീൻ ഈസ് ഓൾവേസ് ഫോളോഡ് ബൈ ആൻഡ്. ബിറ്റ്വീൻ കഴിഞ്ഞാൽ എന്ത് വേണം? ആൻഡ് വരണം, അല്ലാണ്ട് ടു വരാൻ പാടില്ല. അതിന്റെ കൂടെ ഇനി വായിക്കേ. It is wrong to say you can meet me between 4 PM to 6 PM. 4 PM മുതൽ ടു 6 PM വരെ എന്നെ കാണാൻ പറ്റും എന്ന് പറയുന്നത് തെറ്റാണ്. 4 PM-നും 6 PM-നും ഇടയിൽ ബിറ്റ്വീൻ വന്നു കഴിഞ്ഞാൽ അവിടെ ടു ഉപയോഗിക്കാൻ പാടില്ല. പകരം എന്ത് ഉപയോഗിക്കണം? ആൻഡ് എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കുക. ഓക്കെ ഓക്കെ ഓക്കെ, അതാണ് എന്റെ പറയുന്നത്. ഓക്കെ, ശരി. ഓക്കെ, അപ്പോ ഇന്ന് നമ്മൾ പ്രപ്പോസിഷനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. ഇത് അവസാനിച്ചിട്ടില്ല, ഇതിന്റെ കുറച്ചും കൂടിയൊക്കെ ഉണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൂടുതൽ വിശദമായിട്ടൊക്കെ നമുക്ക് നോക്കാം. മനസ്സിലാവുന്നതിന്റെ നോട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോ. അപ്പോൾ ഇതേക്കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ 2-3 ക്ലാസ്സുകൾ നമുക്ക് പറയാം. പക്ഷെ ഐ ആം ടീച്ചിങ് യു ഫ്രം ഓൺലി ദ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ. ഈ പരീക്ഷ എഴുതുക എന്നുള്ളത് മാത്രം വെച്ചിട്ടാണ് ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഇതേക്കുറിച്ച് കൂടുതൽ വിശദമായിട്ടൊക്കെ പറയാനൊക്കെ ഉണ്ട്. ഓക്കെ, നമുക്ക് സമയപരിമിതി കൊണ്ട് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഇത് ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളത്. പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളത്. ഇതുകൂടാതെ വേറെയും കുറച്ച് പ്രിപ്പോസിഷൻസ് ഉണ്ട്. ആ പ്രിപ്പോസിഷൻസ് നമ്മളൊന്ന് എക്സെപ്ഷൻ ആയിട്ട് ഒന്ന് നോക്കിയിരിക്കണം. കാരണം ഇപ്പോ ചിഞ്ചു ഒരു ഐഡിയ പറയുകയാണ്. അപ്പൊ എനിക്ക് ആ ഐഡിയയോട് നല്ല ഐഡിയയാണ്, ഗുഡ് ഐഡിയയാണ്. പക്ഷെ ചിഞ്ചു എന്ന് പറയുന്ന വ്യക്തിയെ എനിക്ക് താല്പര്യമില്ല, ഇഷ്ടമില്ല. പക്ഷെ ചിഞ്ചു പറഞ്ഞ ഐഡിയ ഗുഡാണ്. അപ്പൊ എനിക്ക് പറയാം ഐ എഗ്രി ടു യു എന്ന് പറയും. ഐ എഗ്രി ടു യു. ഐ എഗ്രി കഴിഞ്ഞ് ടു വരാൻ കാരണം നിങ്ങളോടല്ല എനിക്ക് ഇഷ്ടം, മറിച്ച് നിങ്ങൾ പറഞ്ഞ ആശയത്തോടാണ്. ഐ എഗ്രി ടു യു. ഇനിയിപ്പോ തല തിരിച്ചാൽ വിചാരിക്കും. അതായത് ചിഞ്ചു പറഞ്ഞ ഐഡിയ മോശമാണ്, പക്ഷെ ചിഞ്ചു എന്ന് പറയുന്ന വ്യക്തി കുഴപ്പക്കാരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എഗ്രി വിത്ത് യു. അപ്പൊ ചില വേർഡിന്റെ കൂടെ വിത്ത് വന്നു ടു വന്നു എന്നുള്ളത് നമ്മളത് എന്തിനെ കുറിച്ചാണോ പറയുന്നത് അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അത് കുറച്ച് എക്സെപ്ഷൻസ് ആണ്. അതൊക്കെ നമ്മൾ നോക്കി. നിങ്ങൾ ആ ഫ്രേസൽ വെർബ് പഠിപ്പിച്ച സമയത്ത് ഞാൻ പറഞ്ഞു കോൾ ഓൺ എന്ന് പറഞ്ഞു, കോൾ അറ്റ് എന്നും പറഞ്ഞു. രണ്ടിന്റെയും അർത്ഥം വിസിറ്റ് എന്നാണ്. വിസിറ്റ്, സന്ദർശിക്കുക. അത് ഓർമ്മയുണ്ട്. 2 പേര് സന്ദർഭങ്ങളിലാണ് വിസിറ്റ് എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കേണ്ടത് പറഞ്ഞത് ഓർമ്മയുണ്ട്. കോൾ ഓൺ ആൻഡ് കോൾ അറ്റ്. ഫ്രേസൽ വെർബ് നമ്മൾ നോക്കിയ സമയത്ത് യെസ് മറന്നുപോയതായിരിക്കും, ഞാനത് ക്ഷമിച്ചു. യെസ് പറഞ്ഞോ
ചിഞ്ചു പറഞ്ഞു. മറന്നാണ്. ആ യെസ്, ഓക്കെ, വെരി ഗുഡ്. ഞാൻ വിചാരിച്ച് പറയാൻ പോയെന്ന് വിചാരിച്ചു. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അതായത് കോൾ ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസിറ്റ് ആണ്. പക്ഷെ നമ്മളൊരു ആളെയാണ് കാണാൻ പോകുന്നതെങ്കിൽ വിസിറ്റ് അതെന്ത് പറയണം? കോൾ ഓൺ എന്ന് പറയണം. പക്ഷെ നമ്മൾ ഗോവ എന്ന് പറയുന്ന സ്ഥലം കാണാൻ പോവുകയാണെങ്കിൽ കോൾ ഓൺ എന്ന് പറയരുത്, അത് കോൾ അറ്റ് പറയണം. അല്ല, അപ്പൊ അറ്റ് ഉപയോഗിക്കണോ കോൾ ഉപയോഗിക്കണോ ഓൺ ഉപയോഗിക്കണോ എന്നുള്ളത് നമ്മൾ പോകുന്ന ആക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇംഗ്ലീഷിൽ അങ്ങനെയൊക്കെ ചില പ്രത്യേകതകളുണ്ട്. ചില വാക്കുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ കൂടെ വരുന്ന ഇപ്പൊ അക്കമ്പനി എന്ന് പറഞ്ഞ വാക്ക് കഴിഞ്ഞാൽ അതിന്റെ കൂടെ വരുന്ന പ്രിപ്പോസിഷൻ ബൈ ആയിരിക്കും. അക്കമ്പനീഡ് ബൈ. റഫർ എന്ന് പറഞ്ഞ വേർഡ് കഴിഞ്ഞാൽ ഉടനെ അതിന്റെ കൂടെ വരുന്ന പ്രിപ്പോസിഷൻ ടു ബൈ. റഫർ ടു. അപ്പൊ അങ്ങനെ കുറെ എക്സെപ്ഷൻസ് ഉണ്ട്. ആ എക്സെപ്ഷൻസ് ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. പറഞ്ഞതൊക്കെ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതിന്റെ അകത്ത് പരീക്ഷയ്ക്ക് ചോദ്യം വരുമ്പോൾ ആ പ്രിപ്പോസിഷൻ എഴുതേണ്ട സ്ഥലത്തൊരു ഡാഷ് ഉണ്ടാവും. അതിന്റെ ഇടയിൽ ഏത് പ്രിപ്പോസിഷനാണ് ചേർക്കേണ്ടത് 4 മൾട്ടിപ്പിൾ ചോയ്സ് കൊടുത്തിട്ടുണ്ടാവും. കറക്റ്റ് പ്രിപ്പോസിഷൻ ഉപയോഗിക്കുക. നമ്മൾ ആദ്യം ആ മലയാളത്തിൽ എഴുതിയത് കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. അതാണ് കോമൺ ആയിട്ട് വരുന്നത്. അതുകൂടാതെ ഇത്രയും കാര്യങ്ങളും കൂടി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം നിങ്ങളുടെ മനസ്സിലെപ്പോഴും ഓർത്തിരിക്കുക. ഞാൻ വിചാരിക്കുന്നു മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ വന്നാൽ പിന്നീട് അത് ചോദിച്ചാൽ മതി. ഓക്കെ, സോ വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. വീണ്ടും അടുത്ത ക്ലാസ്സിൽ നമുക്ക് കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ. Thank you, sir. താങ്ക് യു സർ. ഗുഡ് നൈറ്റ് സർ. Yes, sir. Okay, good night. Okay. Thank you, sir. Thank you. അപ്പൊ എങ്ങനെയാണ് വീട്ടിലോട്ട് പോണേ? അന്ന് വണ്ടിക്കോ? എവിടേക്ക്? അത് കുഴപ്പമില്ല, കണക്കല്ലേ? പലചരക്ക് വീട് വണ്ടി വരുന്നില്ലേ? അത്